ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിൻചേത. ഫോറക്സ് മാർക്കിൽ ഗോൾഡ് 15-ഉം 1 അവറും കൂടെ കമ്പയർ ചെയ്തിട്ട് ഞാൻ കാണിക്കുകയാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഒരുപാട് പ്രോഫിറ്റ് തരാത്ത മാർക്കറ്റ് ഉണ്ട് നമുക്ക്. അതായത് സൈഡ് വേസ് മാർക്കറ്റ് കയറുന്നുണ്ടോ ചോദിച്ചാൽ എന്നാൽ ചെറുതായിട്ട് കയറുന്നുണ്ട് താനും, എന്നാൽ ഒരുപാടൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈ ട്രേഡ് പോകുന്നുമില്ല. അപ്പോൾ നമുക്ക് അങ്ങനത്തെ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതെല്ലാം നമുക്ക് ആക്ച്വലി റിവേഴ്സ് പോവുകയാണ് പതിവ്. അപ്പോൾ അങ്ങനത്തെ മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ളത് ഇന്നത്തെ ഗോൾഡിൻ്റെ 15 മിനിറ്റ്സ് ചാർട്ടിലൂടെയും അതേപോലെ നമുക്ക് 1 അവറിൻ്റെ ചാർട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 അവറും കൂടെ കമ്പയർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കമ്പാരിസൺ വെച്ചിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ട്രേഡ് എടുക്കണോ, ഷോർട്ട് ചെയ്യണോ, അതോ നമുക്ക് അവിടെ നിന്ന് എങ്ങനെയാണോ ട്രേഡ് കറക്റ്റായിട്ട് അവിടെ പിക്ക് ചെയ്യേണ്ടത് നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്കൊരു റിവേഴ്സ് പോകാതെ, അതായത് നമുക്കൊരു ലോസ് കുറയ്ക്കാമെന്ന് അർത്ഥം. അപ്പോൾ എങ്ങനെയാണ് ഇത് ട്രേഡ് ചെയ്യണമെന്നാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് 1 അവറിലെ ചാർട്ടാണ്. അപ്പോൾ ഗോൾഡിൽ ഫോറക്സ് മാർക്കറ്റിൽ എപ്പോഴും നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈം ഫ്രെയിം വരുന്നത് 30, 1 അവർ, 4 അവറാണ്. കൂടുതലും പേരും നമ്മൾ എടുക്കുന്ന ടൈം ഫ്രെയിം 1 അവറാണ്. ഓക്കെ, 1 അവറിലാണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രേഡുകൾ നമുക്ക് വരുന്നത്. പക്ഷേ അതിനർത്ഥം നമുക്ക് ചെറിയ ടൈം ഫ്രെയിം നമുക്ക് ചെയ്യാൻ പാടില്ലെന്നില്ല. ചെറിയ ടൈം ഫ്രെയിമിൽ പെട്ടെന്ന് നമുക്ക് ട്രേഡ് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഇന്നത്തെ ടൈം ഫ്രെയിം ഇന്നത്തെ 15 വെച്ച് നോക്കിയാൽ രാവിലെ ഒരു ബൈ ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബൈ കൺഫേം ആയി എടുത്ത റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു റേറ്റിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2897 നമ്മൾ ട്രേഡ് എടുത്ത് അപ്രോക്സിമേറ്റ് നമ്മൾ എക്സിറ്റ് ചെയ്ത പോയിന്റ് ഇവിടെ നിന്നാണ്. അത് 2905 വരെയൊക്കെ നമുക്ക് പോയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് ഒരു 8-9 പോയിന്റ്സോളം നമുക്ക് അവിടെ നിന്ന് കയറിയ പ്രോഫിറ്റാണ്. അപ്പോൾ സ്കാൽപ്പിംഗ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് അവിടെ ഒരു പ്രോപ്പറായിട്ടൊരു അപ് ട്രെൻഡ് പോയിട്ടില്ല. എന്നാൽ ചെറിയ ട്രേഡ് എടുത്ത് നമ്മൾ എക്സിറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. പക്ഷേ അവിടെ സെൽ ട്രേഡ് അത് കഴിഞ്ഞ് വന്ന ശേഷം സോഫ്റ്റ് അവിടെ സെല്ലില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തിരിച്ചിപ്പോഴും ബൈ കയറുന്നു. പക്ഷേ ഈ ഒരു ബൈ ട്രേഡ് എടുക്കാറായിട്ടില്ല. കാരണം ഇവിടെ ഒരു ചെറിയ അപ് ട്രെൻഡ് പോകുന്നില്ല, പ്രോപ്പറായിട്ട് റെസിസ്റ്റൻസ് കട്ട് ചെയ്യുന്നില്ല. കാരണം മാർക്കറ്റ് ഒരു ബ്രേക്ക്ഔട്ട് നടക്കുന്നില്ല, അതായത് പ്രോപ്പറായിട്ട് ബോളിയുമില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ 15-ലും കൂടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. നമ്മൾ നോക്കിയാൽ ഇവിടെ 15-ൽ ബൈ ട്രേഡ് ഉണ്ട്, കയറുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് മാർക്കറ്റ് പെട്ടെന്നൊരു സഡൻ ഒരു ഫോൾ അടിക്കും. അപ്പോൾ ആ ഫോളിൽ നമുക്ക് ഒരുപാട് ലോസ് സംഭവിക്കാം. അപ്പോൾ 1 അവറിൽ നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 അവറിൽ ആക്ച്വലി അവിടെ നമുക്കൊരു ബൈ ട്രേഡ് അവിടെ ഫോം ആയിട്ടേ ഇല്ല എന്നുള്ളതാണ്. അവിടെ കഴിഞ്ഞ ദിവസം വന്ന സെല്ലിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അപ്പം നമുക്ക് ഇത് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, ഇപ്പോൾ പ്രോപ്പറായിട്ടൊരു നല്ലൊരു ബൈ ട്രേഡ് അവിടെ ഫോം ആയിട്ടില്ല, എന്നാൽ ചെറിയൊരു ഷോർട്ട് അടിക്കാനുള്ളൊരു പൊസിഷൻ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഈ 1 അവർ ചാർട്ട് പ്രകാരം നമുക്ക് നോക്കുമ്പോൾ ഇതെങ്ങനെ സോഫ്റ്റ്വെയർ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് സിമ്പിളാണ്. നമ്മുടെ ഈ ലേറ്റസ്റ്റ് വെർഷൻ 8.1 സ്ട്രാറ്റജി കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള അപ്ഡൗൺസ് ഒരുപാട് അവോയ്ഡ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. ഷുവറാണ്. അപ്പോൾ ഇതിനകത്ത് ചെക്ക് ചെയ്യേണ്ട വിധി ഇത്രയേ ഉള്ളൂ. നമുക്കൊരു സെൽ സിഗ്നലാണെങ്കിലും ഒരു ബൈ സിഗ്നലാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് ഇപ്പോൾ ലാസ്റ്റ് വന്ന സിഗ്നൽ ഇതിനകത്ത് സെല്ലാണ് കാണിച്ചിരിക്കുന്നത്. സെല്ല് വന്നത് അപ്രോക്സിമേറ്റ് നമുക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്രൈഡേ വന്ന സിഗ്നലാണ്. ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ 14th നമുക്കൊരു 9:30 ശേഷം വന്ന സെല്ലാണ്. അത് പ്രകാരം നമുക്ക് അതിൻ്റെ എൻട്രി പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ 3 ടാർഗറ്റ് 3 മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് എടുക്കുന്നതിന് മുമ്പ് കൺഫർമേഷൻ, ഇപ്പോൾ ഈ ബൈ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് താഴത്തെ കൺഫർമേഷൻ ബാർ ഫസ്റ്റ് ഗ്രീൻ ആവണം. ക്യാൻഡിൽ കളർ ഗ്രീൻ വന്നു കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് ട്രേഡ് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സെല്ലോ വരുന്ന സമയത്ത് ഇവിടെ ഒരു ലോങ് ആയിട്ട് പെട്ടെന്ന് അടിച്ചു. അപ്പോൾ ആ സമയത്ത് നമുക്ക് താഴോട്ട് റെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതിക്ക് വെച്ചെടുക്കുക. അവിടെ നിന്ന് താഴോട്ട് പോയിട്ടുമുണ്ട്, എന്നാൽ തിരിഞ്ഞ് ഇവിടുന്ന് ബാക്ക് ട്രേഡ്. അപ്പോൾ ഇവിടെ ഒരു തിരിഞ്ഞ് കയറ്റം നടന്നിട്ടുണ്ട്. പക്ഷേ സോഫ്റ്റ് അവിടെ സെല്ല് തന്നെയാണ് പറയുന്ന സ്ഥിതിക്ക് അവിടെ ഒരു അപ് ട്രെൻഡ് ഇല്ല, അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ഇല്ല. തിരിച്ചിറങ്ങുമെന്നൊരു മീനിങ് അവിടെ പറയുന്നുണ്ട്. കാരണം ഇല്ലെങ്കിൽ അവിടെ ഒരു ബൈ ട്രേഡ് തന്നതിൻ്റെ സ്ഥിതിക്ക് തിരിച്ച് ഡൗൺ അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു അപ് ട്രെൻഡ്, ഇപ്പോൾ ഇവിടെ ഒരു അപ് ട്രെൻഡ് ഫോം ആയിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് നമ്മുടെ അവിടെ സോഫ്റ്റ് അവിടെ ലൈൻ ഗ്രീൻ ആയിട്ട് കാണിച്ചത്. അതായത് ലൈൻ ഗ്രീൻ കാണിക്കുമ്പോൾ ഒരു അപ് ട്രെൻഡ് അവിടെ പോയി, പക്ഷേ സെൽ സോണിലാണ് കിടക്കുന്നത്. കാരണം അതൊരു സ്ട്രോങ് ആയിട്ടൊരു ഡൗണിലേക്ക് ഫോം ആയിട്ടുള്ള, അതാണ് 1 അവർ പറയുന്നത്. പക്ഷേ നമ്മൾ 15 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ്സിൽ രാവിലെ തൊട്ടേ നമുക്ക് ബൈ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബൈ സിഗ്നൽ ഇതിപ്പോൾ ഇവിടെ കൺഫർമേഷൻ ആയ സമയത്ത് ഈ ഒരു റേഞ്ചിലേക്ക് എത്തിയിരുന്നു. അവിടുന്ന് കയറിയിട്ടുണ്ട്. അവിടുന്ന് അപ്രോക്സിമേറ്റ് നമുക്കൊരു 8 പോയിന്റോളം നമുക്ക് ഷുവറായിട്ട് എടുക്കാവുന്നൊരു പോർഷനാണ്. കാരണം കൺഫർമേഷൻ വന്ന് ആ റെസിസ്റ്റൻസ് ലെവൽ സ്ട്രോങ് തന്നെയായിരുന്നു. അവിടുന്ന് കയറി. കാരണം ഈ റെഡ് കളർ സ്റ്റാർ റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് അടിച്ച് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ തിരിയുന്ന നമുക്ക് മാർക്കറ്റ് ഡൗൺ ഇറങ്ങുന്ന പോർഷൻ നമുക്ക് അവിടെ ആ ട്രെൻഡ് ലൈൻ നോക്കി എക്സിറ്റ് അടിക്കാം. താഴത്തെ സോൺ നോക്കാം, ഫസ്റ്റ് താഴത്തെ സോൺ നോക്കാം. അത് കഴിഞ്ഞ് എക്സിറ്റ്, ഇപ്പോൾ പ്രോഫിറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന മാർക്കറ്റ് റിവേഴ്സ് പോകുന്നുണ്ടെങ്കിൽ ട്രെൻഡ് ലൈൻ നോക്കാം. നല്ല വോളറ്റിലിറ്റി മാർക്കിനാണ് ട്രെൻഡ് ലൈൻ നോക്കി ഈ മാർക്കിൻ്റെ ഗ്രീൻ റെഡോ ആയിട്ടുള്ള ലൈൻ നോക്കി എക്സിറ്റ് അടിക്കാം.
അല്ലാതെ നമുക്ക് താഴത്തെ സോൺ നോക്കാം. പിന്നെ അതല്ലാതെ കളർ കോമ്പിനേഷൻ, ഇപ്പോൾ കളർ മാറിയ സമയത്ത് ഇവിടെ വെള്ള ആയിട്ട് മാറി ഇവിടെയാണ്, പക്ഷെ അത്രയും നമുക്ക് പ്രോഫിറ്റ് കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ നോക്കി എക്സിറ്റ് അടിക്കാം. ഇപ്പോൾ എക്സ്ട്രാ കളർ നമ്മുടെ സോഫ്റ്റ്വെയർ തരുന്ന സൈഡ് വേസ് ആയിട്ടാണ് ഇൻഡിക്കേഷൻ തരുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലൈവിൽ അറ്റൻഡ് ചെയ്ത് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ പറഞ്ഞ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പം പ്രോപ്പറായിട്ടൊരു, അതായത് ഒരു ലോസ് ഒഴിവാക്കി തീർച്ചയായിട്ടും ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.